ഹലോ ഫ്രണ്ട്സ്, ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രോട്ടീൻ പൗഡർ പൊടിച്ചെടുക്കാം. അതിനു വേണ്ടി സിയാ സീഡ് എടുത്തിട്ടുണ്ട്, ഫ്ലാക്സ് സീഡ് എടുത്തു, അണ്ടിപ്പരിപ്പ്, പംകിൻ സീഡ്, വെളുത്ത എള്ള്, ബാർലി അരി, പയറ്, കപ്പലണ്ടി, ഏലക്ക, ചുക്ക്, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം സെപ്പറേറ്റ് വറക്കണം. എന്നിട്ട് ഗോതമ്പ് പൊടിയും ഓട്സും കൂടെ മിക്സ് ചെയ്ത് ഇതും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം. പയർ വറക്കാനിടാം. ഓരോന്നായിട്ട് സെപ്പറേറ്റ് വറക്കണതാണ് നല്ലത്. ഇത് വറുത്ത് മിക്സിയിൽ വെച്ച് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ തോടൊക്കെ പാറ്റി കളയണം. കപ്പലണ്ടി വറുത്തു. ഇനി ബാക്കി സീഡ്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ബാർലി ഇട്ടു, വെളുത്ത എള്ള്, സിയാ സീഡും ഫ്ലാക്സ് സീഡും ഇട്ട് കൊടുക്കാം. എല്ലാ സീഡ്സും ഇങ്ങനെ ഒത്തിട്ടാൽ മതി. ഒരുമിച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. എല്ലാം നന്നായിട്ട് മൂപ്പിക്കണം. കുറച്ച് ദിവസം ഇരിക്കേണ്ടതായതുകൊണ്ട് നന്നായിട്ട് വറുത്ത് പൊടിക്കുന്നതാണ് നല്ലത്. ഇതിൽ എണ്ണ വരും, അതുകൊണ്ട് കുറച്ച് ഇതിൽ നിന്ന് ഒരു തവി സീഡ്സ് ഇട്ട് ബാക്കി 2-3 തവി ഗോതമ്പ് മാവും ചേർത്താണ് പൊടിക്കാനുള്ളത്. അല്ലെങ്കിൽ മിക്സി ജാമാവും. മില്ലിലും പൊടിച്ച് കിട്ടാൻ പാടാണ്. ഇത് എണ്ണ ഉള്ളത് കൊണ്ട് അവരും പൊടിച്ചു തരണില്ല. നമുക്ക് മിക്സിയിൽ വെച്ചിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. കുറച്ച് ഓട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് പൊടിച്ചു വയ്ക്കാം. ഇതൊന്ന് പൊടിച്ചു വെച്ചതാണ്. ഓട്സ് ഒന്ന് പൊടിച്ചു വെച്ചു, പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി. ഇതൊന്ന് പൊട്ടി തുടങ്ങി, മൂത്തെന്നാണ് അർത്ഥം. ഇത് നല്ലൊരു പ്രോട്ടീൻ പൗഡറാണ്. ഞാൻ ജിമ്മിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്.
ജിമ്മിൽ പോണവർക്കൊക്കെ ഇത് നല്ലതാണ്. നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി പയറും കപ്പലണ്ടിയും തൊലിയും മാറ്റാം. രണ്ട് കിലോ ഗോതമ്പ് മാവ് വാങ്ങിച്ചു. അതും കൂടെ ചേർത്ത് വേണം ഇത് പൊടിച്ച് വയ്ക്കാൻ. കപ്പലണ്ടിയും പയറും തൊലി കളഞ്ഞെടുത്തു, ഉടച്ചെടുത്തു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി ഗോതമ്പ് മാവ് ചേർത്ത് പൊടിച്ച് വയ്ക്കാം. ചുക്കും ഏലക്കായും കൂടെ പൊടിച്ച് ചേർക്കാം. ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരുമിച്ച് പൊടിക്കാം. ദഹനവും നന്നായിട്ട് നടക്കും. ബാർലി ചേർത്തിരിക്കണമായിരുന്ന യൂറിനും നന്നായിട്ട് പോവും. ഇത് രാവിലെയൊക്കെ ഇത് മാത്രം കഴിച്ചാലും മതി, സമയമില്ലെങ്കിൽ. ഇനി ഇത് കുറച്ച് കുറച്ചായിട്ടിട്ട് ഗോതമ്പ് മാവിൻ്റെ കൂടെ പൊടിച്ച് എടുക്കാം. എന്നിട്ട് കാണിക്കാം. പ്രോട്ടീൻ പൗഡർ പൊടിച്ചു കഴിഞ്ഞു. ഇതൊന്ന് തണുത്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. ഇത് കാച്ചേണ്ടത് 1 ഗ്ലാസ് വെള്ളത്തിൽ 1.5 സ്പൂൺ പൗഡർ ഇട്ട് കൂരവ് കാച്ചും പോലെ, കൊച്ചു കുട്ടികൾക്ക് കൂരവ് കാച്ചും പോലെ പാലും കൂടെ ചേർത്ത് ആവശ്യത്തിന് മധുരവും ഇട്ട് കാച്ചിയെടുക്കാം. അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്.